നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിതിൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പ്ലം കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിത് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. മാത്രമല്ല ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് നമ്മൾ വെറുതെ പറയുന്നൊന്നുമല്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളും കമൻറ്റിൽ ഇതിനെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ എഴുതുന്ന ഉറപ്പാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ കേക്ക് ഇഷ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേകമായിട്ട് ടൂൾസോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിലും അതിന് മുന്നേ ആയിട്ട് തന്നെ അതിന് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒന്ന് നമ്മൾ റെഡിയാക്കി വെക്കണം. ഓയിലൊക്കെ പറ്റി ഇതുപോലെ ബേക്കിംഗ് പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബേക്കിംഗ് പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഓയിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ ആദ്യം തന്നെ ഓയിൽ പറ്റി വെച്ചതാണ്. പിന്നെ സൈഡിലൊക്കെ ഓയിൽ അധികം പറ്റരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സൈഡിൽ കൂടുതൽ ഓയിലായി കഴിഞ്ഞാൽ കേക്ക് ബേക്കായി വരുമ്പോൾ ആ ഭാഗം നന്നായിട്ട് മുരിഞ്ഞിരിക്കും. അതുകൊണ്ട് ചെറുതായ രീതിയിൽ മാത്രം സൈഡിൽ ഓയിൽ പറ്റി കൊടുത്താൽ മതി. ഇനി പാത്രം ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു പാത്രം ഒരു അരിപ്പെടുത്ത ശേഷം അതിലോട്ട് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 250 ml കൊള്ളണ കപ്പിൽ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒരു 3 തവണയെങ്കിലും അരിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. 3 തവണ തന്നെ അരിച്ച് മാറ്റി വയ്ക്കാൻ നോക്കുക. എന്നാലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് യോജിച്ച് കിട്ടുള്ളൂ. പരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഉടച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒരു 3 തവണ അരിച്ച് വെക്കുക. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. 1 കപ്പില്ലെങ്കിൽ നിങ്ങൾ 1/2 കപ്പെങ്കിലും എടുക്കാൻ നോക്കുക. 1/2 കപ്പ് മുതൽ നിങ്ങൾക്ക് 1 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാമാണ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വേണമെന്നില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഏകദേശം 1 കപ്പോളം എടുത്ത് വെച്ചാൽ മതി. ടൂട്ടി ഫ്രൂട്ടി ചെറിയൊക്കെ കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴമൊക്കെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് കൂടുതൽ ടേസ്റ്റ് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുമ്പോഴാണ്. നമ്മൾ 3 വട്ടം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടീന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കൂട്ടീന്ന് ഏകദേശം 1 ടേബിൾ സ്പൂൺ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അടിയിൽ പോയി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണാണ്. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ടേബിൾ സ്പൂണും ടീസ്പൂണും തെറ്റാണ്ടിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അളവുകളൊക്കെ കൃത്യമാവാൻ നോക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും പിന്നെ ചെറിയൊക്കെ എടുത്തപ്പോൾ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് മുഴുവനോടെ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കറുത്ത മുന്തിരിയും കുറച്ച് വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നടുക്കിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കറുത്ത മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ കുരുമില്ലാത്ത മുന്തിരി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് കുറച്ച് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര തന്നെയല്ല നമ്മൾ ഇടുന്നത്, ഇതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് ഈ വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പട്ടയാണ്, പിന്നെ ഒരു ഏലക്കായ ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു ഗ്രാമ്പും കൂടി ചേർക്കുന്നുണ്ട്, പിന്നെ ഇത്രയും വരുന്ന ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ കുരുയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കേക്കിന് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കാൻ നോക്കുക. ഇനി അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പഞ്ചസാര ഇങ്ങനെ പൊടിച്ച് വയ്ക്കുക.
ഇതിലേക്കായിട്ടുള്ള കാരമൽ സിറപ്പും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയിലോട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പഞ്ചസാര ഒന്ന് കളർ മാറുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം കൂട്ടാനൊന്നും നിൽക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇതുപോലെ അലിഞ്ഞ് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ പഞ്ചസാരയൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നത് കാണാം, ഇതുപോലെയൊക്കെ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വന്നോളും. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ആ കട്ടയായതൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇത് കൂടുതൽ ഒന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ നോക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കനകരസം നമ്മുടെ കേക്കിന് ഉണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ട കട്ടകളൊന്നും ഇപ്പോൾ കാണാനില്ല. അതൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക. വലിയ ജാർ തന്നെ എടുക്കുക. അതിലോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ബീറ്ററോ വിസ്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് തന്നെ ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊണ്ടതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 3-4 വട്ടമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സി ചൂടാവാതിരിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പഞ്ചസാര ഒരു 3 തവണ ഇട്ടിട്ടാണ് മുട്ട ഇങ്ങനെ അടിച്ചെടുത്തത്. നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ആ മുട്ടയിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒറ്റയടിക്ക് തന്നെ അടിക്കാനായിട്ട് നോക്കരുത്. ഇതുപോലെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു 3-4 തവണയായിട്ട് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പഞ്ചസാരയും വാനില എസൻസും മുട്ടയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ആ മുട്ടയുടെ മണമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ആ മസാലകളുടെ മണമൊക്കെ കൂടിയിട്ട് നല്ലൊരു മണമാണ് ഉണ്ടാവുക. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതായത് വെജിറ്റബിൾ ഓയിൽസ് മാത്രം ചേർത്ത് കൊടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മളിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ എപ്പോൾ അടിച്ചെടുക്കായാലും മിക്സി ചൂടാവണ വരെ അടിക്കാൻ നിൽക്കരുത്. ചൂടാവാതിരിക്കാനായിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഇതിലോട്ട് കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ കളറൊക്കെ മാറി, കാരമൽ സിറപ്പൊക്കെ ഒഴിച്ചപ്പോൾ നമുക്ക് കളറൊക്കെ മാറി ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഒരു ഫോക്കോ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ മൈദയൊക്കെ മിക്സ് ആക്കാൻ തുടങ്ങണേറ്റ് മുന്നേ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം സ്റ്റവിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിവിടെ കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഇതൊന്ന് മിക്സായി എന്ന് കാണുമ്പോൾ അടുത്ത കുറച്ച് ഭാഗം കൂടി മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കുറേശ്ശെ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബാറ്ററിൽ കട്ടകളൊന്നുമില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അത് ഞാനിവിടെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ ആ വെള്ള ഭാഗമില്ലേ, ഉള്ളിലുള്ള ആ വെള്ള ഭാഗം പെടാണ്ടിരിക്കാൻ നോക്കുക. അല്ലാതെ അതിൻ്റെ മുകളിൽ ആ തൊലി മാത്രം നൈസായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ വെള്ള ഭാഗത്തിന് കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ വെള്ള ഭാഗം പെടാതെ മുകളിലുള്ളത് മാത്രം നൈസായിട്ടൊന്ന് ചെത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി ഇതിലൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു 1/2 കപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ മൊത്തം 1 കപ്പാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൊത്തം 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ബാറ്ററൊക്കെ ഓൾറെഡി കട്ടൊന്നും ഇല്ലാണ്ട് നേരത്തെ തന്നെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ബേക്കിംഗ് പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ പറ്റിയിട്ട്, അതിലോട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ ബേക്ക് ചെയ്യണ ഈ പാത്രമില്ലേ, അതൊക്കെ ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി വെക്കാൻ പറയുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് തവണ ഒന്ന് തട്ടാം. അപ്പോൾ തട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ചെറിയ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുക്കറിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പം അടച്ചു കൊടുക്കുമ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് ഇടണ്ട, പിന്നെ അതുപോലെ തന്നെ വാഷറും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലാണ്ട് വേണം നമ്മൾ അടച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുക്കറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്താൽ മതി. ആ പാത്രത്തിലോട്ട് ഇതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പാത്രം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ബേക്ക് ചെയ്യുന്ന പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏത് പാത്രം എടുക്കാമെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു 8-10 മിനിറ്റ് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ കേക്ക് ബേക്കായിട്ട് വന്നത് ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴാട്ടോ. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുത്തി നോക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററിലായിട്ട് തന്നെ ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കേക്ക് ഈ പാത്രത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ടെന്ന്, വെന്തിട്ടുണ്ട്, ഉള്ളിലൊക്കെ ഒരുപോലെ വെന്തിട്ടുണ്ടാവും എന്നാണ് അർത്ഥം. അപ്പോൾ എനിക്കൊരു 50 മിനിറ്റ് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സെയിം അളവ് തന്നെ ഉണ്ടാക്കുന്നെങ്കിലും നിങ്ങളും ഒരു 50 മിനിറ്റ് നേരം തന്നെ അടച്ചു വെച്ചിട്ട് തുറക്കാൻ നോക്കരുത്. കാരണം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര സമയം വേണ്ടി വരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 25-30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. എന്നിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇല്ലേ നോക്കുക. നിങ്ങൾ കുത്തി നോക്കണം, എന്ത് സാധനമായാലും അതുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കേക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതല്ല നിങ്ങൾ കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി വെക്കുക. എന്നിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് കുത്തി നോക്കുക. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ബേക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ പ്ലം കേക്ക് നമ്മളൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ചൂടാറി കഴിഞ്ഞാൽ നമ്മളിത് ഇന്ന് എടുക്കണില്ല, ഇതൊരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുറിച്ച് നോക്കുന്നതും കഴിക്കുന്നതും എല്ലാം. കാരണം പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കഴിക്കുകയാണെങ്കിലും മുറിക്കുകയാണെങ്കിലും ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയ കേക്കാന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി തന്നെ വേഗം തന്നെ കഴിക്കാമെന്ന് വിചാരിക്കരുത്. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ദിവസം എന്തായാലും കഴിഞ്ഞിട്ട് ഒന്ന് മുറിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ പൊടിയാണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് മുറിക്കാനും പറ്റും, മാത്രമല്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നന്നായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കിയതിന് ശേഷം പ്ലം കേക്ക് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ അളവിലല്ല ചെയ്യുന്നത്, ഇതിൻ്റെ ഇരട്ടി അളവിലാണ് ചെയ്യുന്നത് വെച്ചാൽ എന്തായാലും ബേക്ക് ചെയ്യണ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നതൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ.
ഇപ്പോൾ ദേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ അത് ബേക്ക് ചെയ്ത സമയത്തിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു കളറായിട്ടുണ്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ആ പ്ലം കേക്കിൻ്റെ അതേ കളറായിട്ടുണ്ട്. മാത്രമല്ല നല്ല മണമുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ആ പ്ലം കേക്കിൻ്റെ ആ പുറത്തുനിന്ന് വാങ്ങണ നല്ലൊരു മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വേഗം തന്നെ മുറിച്ചിട്ട് കഴിക്കാനാണ് ഇപ്പോൾ നമുക്കും തോന്നുന്നുണ്ടായിരുന്നത്. നമ്മൾ മുറിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുകൊണ്ട് അത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും നിങ്ങൾ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.